അപ്പോൾ ആരും പേടിക്കണ്ട, ഞാനിവിടെ തന്നെ. ഹലോ, എൻ്റെ വകയും ഒരു ഗുഡ് മോർണിംഗ് ഗൈസ്. ഒരുപാടൊന്നും സംസാരിച്ച് ഉറപ്പിക്കുന്നില്ല, കാരണം രാത്രി പെപ്സി മുണക്കേന്ന് കുടിച്ചോണ്ട് തൊണ്ട പോയി. ഞാൻ അങ്ങ് സംസാരിക്കുമായിരുന്നു. പിന്നെ ഇച്ചിരിയൊക്കെ ജാതിയിട്ട് ഷോയിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ലോണം സംസാരിക്കാനോ എന്ന് വിചാരിച്ച് ഇങ്ങനെ സംസാരിക്കും. പക്ഷെ നല്ല തൊണ്ടയാണ്. അപ്പോൾ ഇതിപ്പം വീട്ടിൽ നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എത്തിയില്ല. നല്ല രസം. സോ നമുക്ക് ഇന്ന് എനിക്ക് ബീച്ചിൽ പോകണമെന്നേ ഉണ്ടായുള്ളൂ. കാരണം കഷ്ടപ്പെട്ട് ഒരു ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എന്തോരം പോയാലോ, എവിടെ നോക്കിയാലും കടലും മലയും മാത്രം കാണുന്നൊക്കെ. ഇന്നത്തെ ക്യാബിൻ സൈറ്റ് അല്ലെങ്കിൽ കാരവാൻ പാർക്കിങ് ഫ്രണ്ടിൽ കടലാണ്. ബീച്ച് കാണാൻ പോവാണ്. ഡങ്കൻസ് ബേ ഹെഡ്. ഇത് വേൾഡ് വാർ 2 ഇതാണ് ഡങ്കൻസ് ബേ ഹെഡ് ലൈറ്റ് ഹൗസ്. പള്ളി പോലെ ഇരിക്കുന്ന ലൈറ്റ്. അത് ആ മുകളിൽ കാണുന്നുണ്ടോ, പൊട്ട് പോലെ, അതാണ് നമ്മൾ ജസ്റ്റ് നേരത്തെ മുമ്പ് കണ്ട ലൈറ്റ് ഹൗസ്. അത്രോ നടന്നോ? നടക്കുക കാണുന്നതാണ് സ്റ്റാക്സ്. അവിടെ വരെ പോയി കാണണോട്ടോ. ഇതാണ് ഡങ്കൻസ് ബേ സ്റ്റാക്സ്. ഇത് വർഷങ്ങളെടുത്തിട്ട് തിരമാലകളും മഴയും കാറ്റും എല്ലാം കൊണ്ടിട്ട് നാച്ചുറലായിട്ട് ഫോം ചെയ്ത ഒന്നാണ്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് സ്മോക്കിങ്ങിലേക്കാണ്. ഏകദേശം 100 മൈൽ ദൂരമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഡങ്കൻസ് ബേ സ്റ്റാക്ക് പോലെ തന്നെ കടലും മഴയും മഴവെള്ളവും കാരണം നാച്ചുറലായിട്ട് ഫോം ചെയ്തെടുക്കുന്നൊരു കേവാണ്. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും വലിയ കേവുകളിൽ ഒരെണ്ണമാണിത്. ഇതിൻ്റെ എൻട്രൻസ് ഭയങ്കര വലുതാണ്. നേരെ ഒരു വഴി ഉണ്ടായിട്ട് ഒരാൾ പോകണുണ്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ മഴക്കാലത്ത് ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. അതിപ്പം വേറെ ഒന്നുമല്ല, മഴ പെയ്യണ വെള്ളം കുത്തി വീഴുന്നത് ഇതിൻ്റെ അകത്ത്. ബോട്ടിംഗ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് കൂടി ബോട്ടിംഗ് ഉണ്ട് മഴക്കാലത്ത്. സ്മോക്കിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് സാൻഡോ സാൻ ബീച്ച്. ഏകദേശം ഒരു 5-10 മിനിറ്റ് വണ്ടിക്ക് വരാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങളിത് ആക്ച്വലി പ്ലാൻ ചെയ്തതായിരുന്നില്ല. ഇതിൻ്റെ അടുത്തൊരു കരവൻ ക്യാമ്പ് സൈറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ അത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടില്ല. സോ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കയറാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കയറാനായിട്ട് കുറച്ച് നേരം നിൽക്കുക, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക.